നമ്മുടെ മതിൽ ഇടിഞ്ഞു എന്നുള്ള പ്രശ്നമാണ് നോക്കുന്നത്. ടൈല് മൊത്തം നമ്മൾ കാല് കെട്ടുമ്പോൾ മൊത്തം താന്നു പോകും. ഈ കോൺക്രീറ്റ് തകർത്ത് വെള്ളം വെളിയിൽ വരണമെന്നുണ്ടെങ്കിൽ അകത്ത് അത്രമാത്രം ഹൈ പ്രഷറിലാണ് പൊട്ടിയേക്കുന്നത്. ഏതായാലും കിലോമീറ്ററോളാണ് ദൂരത്തിലാണ് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്. ഞാൻ അതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് വേണമെങ്കിൽ സാറിന് ഇപ്പൊ തന്നെ വാട്സപ്പ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കരയിലെ ചെങ്ങമനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കഴിഞ്ഞ കുറേ നേരമായിട്ട് ഈ ഒരു സ്ഥലത്തൂടെ, അതായത് ഈ ഒരു ഭാഗത്തിന്റെ പേരെങ്ങനെയാണ്? ചെങ്ങമനാട് 2ാം വാർഡ് മേല പഞ്ചായത്ത്, മേല പഞ്ചായത്ത് 2ാം വാർഡിലാണ്. ആശ്രമം നഗർ. കഴിഞ്ഞ കുറെ മണിക്കൂറുകളായിട്ട് ഇവിടെ ഒരു പൈപ്പ് 1.5 മണിക്കൂറിനുമായിട്ട് ഇതേപോലെ ഒഴുകിയിരിക്കുന്നത്. നമ്മുടെ മതിൽ ഇടിഞ്ഞു എന്നുള്ള പ്രശ്നമാണ് നോക്കുന്നത്. ടൈല് മൊത്തം നമ്മൾ കാല് കെട്ടുമ്പോൾ മൊത്തം താന്നു പോകുക, ഇന്റർലോക്ക് ഫുള്ള് താന്നു പോവാണ്. നമുക്ക് നമ്മുടെ അകത്ത് കിടക്കുന്ന വണ്ടി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു വീടിന്റെ മുന്നിലെ ആയിട്ടുള്ള പൈപ്പ് ലൈൻ പൊട്ടിയിരിക്കുകയാണ്. ഇത് വാട്ടർ അതോറിറ്റിയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് അധികൃതരുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും ഈ നേരമായിട്ടും ആരും ഇവിടെ എത്തിയിട്ടില്ല. ഈ ഒരു വെള്ളം ശരിക്കും ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് കണ്ടത്. ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ദൂരത്തിലേക്ക് വെള്ളം ഒഴുകുന്നുണ്ട്. ഈ വെള്ളത്തിന്റെ സോഴ്സ് എവിടെ തിരിഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് ഇവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ഇവരൊക്കെ തന്നെ പറയുന്നത് കഴിഞ്ഞ കുറേ നേരമായിട്ടും ഇവരൊക്കെ തന്നെ പരാതിപ്പെടാനോ അല്ലെങ്കിൽ ഈ ഒരു വെള്ളം പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിളിച്ചിട്ട് പോലും ആരും ടോൾ ഫ്രീ നമ്പറിൽ നമ്മൾ അറിയിച്ചോണ്ട് തന്നെ അവരെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ആളെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. അല്ല, ഇതിപ്പോ അറിയിച്ചിട്ട് 15 മിനിറ്റേ ആയുള്ളൂ. നേരമാണ് ഫോൺ നമ്പർ കിട്ടിയത്. ഏതായാലും കിലോമീറ്ററോളാണ് ദൂരത്തിലാണ് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ദേശീയപാതയ്ക്ക് സമീപം കൊല്ലം തിരുമംഗലം ദേശീയപാതയിലാണ്. ഇപ്പോൾ ഇത് ഏകദേശം വരുന്നത് ചെങ്ങമനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഏതായാലും വലിയ തോതിലാണ് വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം ശരിക്കും പറഞ്ഞാൽ സമീപത്തെ വീടുകൾക്ക് അകത്തേക്ക് വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ വീടുകളിലെ ഇന്റർലോക്കുകളൊക്കെ തന്നെ പൊട്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ സാഹചര്യമാണ്. അപ്പോൾ ഏതായാലും അടിയന്തരമായിട്ട് നടപടി ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഈ പ്രദേശവാസികൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിന് വരും എന്നൊക്കെയാണ് പറയുന്നത്. മെമ്പർ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം ഇത് കണ്ടിട്ടാണ് ഇവിടെ എത്തിയത്. സർ, ഇത് കണ്ടോ? ഇപ്പോൾ കണ്ടു. വളരെ പരിതാപകരമായതും അവസ്ഥയിലാണ് ഇപ്പോഴ്. ചെറിയ തോതിലല്ല പൊട്ടിയേക്കുന്നത്. സാധാരണ ഈ ചൂട് സമയങ്ങളിൽ പൈപ്പ് പൊട്ടാറില്ല. ഇപ്പോഴാണിത് കണ്ടത്. ഇപ്പോഴൊരു 10 മിനിറ്റേ ആയുള്ളൂ ഇവിടുന്ന് പ്രദേശവാസികളെ വിളിച്ച് പറഞ്ഞത്. അതനുസരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വന്നതാണ്. വാട്ടർ അതോറിറ്റിയിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്. വീട് ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് കാറൊന്നും ഇറക്കാൻ പറ്റില്ല. കാരണം ആ ഇന്റർലോക്ക് കംപ്ലീറ്റ് അതെ ഇളകിയിരിക്കുകയാണ്. വളരെ രൂക്ഷമായ ഒരു അവസരമാണ്. 1 കിലോമീറ്റർ ദൂരത്തോളാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡിലൂടെയൊക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ വെള്ളത്തിന്റെ സോഴ്സ് 1 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. കാരണം എവിടെ നിന്നാണ് ഇത്രയും വെള്ളം വരുന്നത്? അപ്പോഴാണ് നാട്ടുകാരൊക്കെ തന്നെ വളരെ ടെൻഷനിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം ഈ ഭാഗം പൊട്ടിയിട്ടുണ്ട്. ഈ പൈപ്പിന്റെ ഒരു പക്ഷേ സമ്മർദ്ദം കൂടി പൊട്ടിയതാവാനാണ് സാധ്യത. കാരണം ഈ ഒരു ഉയരം കാണുമ്പോഴേ കണ്ടോ അവിടെ വിള്ളല് പോലെ വന്നിരിക്കുകയാണ്. കോൺക്രീറ്റ് റോഡാണ്. ഈ കോൺക്രീറ്റ് തകർത്ത് വെള്ളം വെളിയിൽ വരണമെന്നുണ്ടെങ്കിൽ അകത്ത് അത്രമാത്രം ഹൈ പ്രഷറിലാണ് പൊട്ടിയേക്കുന്നത്. മതിലിന് പ്രശ്നം വരത്തില്ല. അത് പൊട്ടിയേക്കുന്നത് റോഡ് ഇപ്പൊ തകരും. വാട്ടർ അതോറിറ്റിയിൽ ഇപ്പൊ തന്നെ വിളിച്ച് പറയാം. അവർ വന്നാലേ ഇത് റിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് മേല പഞ്ചായത്തിലെ 2ാം വാർഡിന്റെ മെമ്പറാണ് വിളിക്കുന്നത്, അലക്സ് കെ മാത്യു. ആശ്രമ നഗറിലെ 20ാം നമ്പർ വീടിന്റെ മുന്നിൽ നിങ്ങളുടെ ലൈൻ പൊട്ടിയിട്ട് ചെറിയ തോതിലല്ല, വളരെ രൂക്ഷമായ അവസ്ഥയിൽ വെള്ളം പോവുകയാണ്. ആ മതിൽ പോലും ആ താമസിക്കുന്ന ആളുടെ വീടിന്റെ മതിലും മുറ്റം പോലും അല്ല സാറേ, അല്ല വീട്ടിലേക്കുള്ള കണക്ഷൻ അല്ല, പബ്ലിക് സർവീസിനുള്ള കണക്ഷനാണ്. വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്. ഞാൻ അതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് വേണമെങ്കിൽ സാറിന് ഇപ്പൊ തന്നെ വാട്സപ്പ് ചെയ്യാം. അത് ലൊക്കേഷൻ ഇട്ടേക്കാം. ആശ്രമം നഗർ, ഹൗസ് നമ്പർ 20. ഏതായാലും തക്ക സമയത്ത് തന്നെയാണ് നമുക്കിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. കാരണം കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഈ പ്രദേശവാസികളും ഒക്കെ തന്നെ വലിയ ആശങ്കയിലാണ്. വാട്ടർ അതോറിറ്റിയിൽ അറിയിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദമായിരിക്കും, അടിയിൽ നിന്നുള്ളൊരു സമ്മർദ്ദമായിരിക്കും. ഇങ്ങനെ ഒരു വിള്ളലുണ്ടായി വെള്ളം ഇത്രത്തോളം ഫോഴ്സിൽ പൊങ്ങി ഉയരത്തിൽ പോകാനുള്ളൊരു സാഹചര്യം. ഈ വീടിനൊക്കെ തന്നെ കേടുപാടുകൾ സംഭവിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഏതായാലും എത്രയും പെട്ടെന്ന് അധികാരികളിലേക്ക് ഞങ്ങൾ ഈ വാർത്ത എത്തിക്കുകയാണ്. അടിയന്തരമായി തന്നെ ഇതിലൊരു ഇടപെടൽ ഉണ്ടാകണം.